ലോകം മുഴുവൻ്റെ മേൽ 210-ലധികം രാഷ്ട്രങ്ങളുടെ മേൽ, രാഷ്ട്രത്തിൻ്റെ ഭരണകർത്താക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാനായി നമുക്ക് ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനായജ്ഞം ആരംഭിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ഈ കൂട്ടായ്മയിൽ നിറയണമേ, ആത്മശക്തിയാൽ നിറയണമേ, നിറയണമേ, ലോകരാജ്യങ്ങളിൽ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റവിളി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ്റെയും മാതാവ്, യേശുക്രിസ്തുവിൻ്റെ മാതാവ്. യോഹന്നാൻ 19:27 കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. നമുക്കും ലോകം മുഴുവനും അമ്മയായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈ പ്രാർത്ഥന ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തോട് പറഞ്ഞു പരിശീലിക്കാം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെടണം, അറിയപ്പെടണം, സ്നേഹിക്കപ്പെടണം. അങ്ങയുടെ രാജ്യം എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും വരണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ്റെ പിതാവേ എന്നർത്ഥം. അങ്ങയുടെ നാമം അനന്ത സ്നേഹമായ, അനന്ത കരുണയായ, അനന്ത നന്മയായ അങ്ങയുടെ നാമം ലോകം മുഴുവൻ അറിയപ്പെടണം, സ്നേഹിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, ആരാധിക്കപ്പെടണം. അങ്ങയുടെ രാജ്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം എല്ലാ മനുഷ്യഹൃദയങ്ങളിലേക്കും വരണം. അങ്ങയുടെ രാജ്യം വരണം, സ്നേഹവും കരുണയും നിറഞ്ഞ ജീവിതം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് അങ്ങയുടെ തിരുമനസ്? ലൂക്ക 3:6.
എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. ഒരാൾ പോലും നശിച്ചു പോകരുത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് ഈ നാളുകളിലെല്ലാം വചനം തന്ന് പരിശുദ്ധാത്മാവിനെ തന്ന് പരിശീലിപ്പിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 1 തിമോത്തി 2:1. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി 780 കോടി ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റിയല്ല. ലോകമെമ്പാടുമുള്ള 780 കോടി ജനങ്ങളെ, 780 കോടി ജനങ്ങളെ, ഓരോരുത്തരെയും എല്ലാവരെയും കർത്താവായ യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം കൊണ്ട്, പരസ്നേഹം കൊണ്ട്, കരുണാർദ്ര സ്നേഹം കൊണ്ട് ലോകമെമ്പാടുമുള്ള 780 കോടി ജനങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം ആത്മീയ പരിശീലനം നൽകുന്ന ഒരു കാലമാണിത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കാലമാണിത്. ഹല്ലേലൂയ. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജപമാല നമുക്ക് നൽകിയിരിക്കുന്നത് ഓരോ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെയും കൂടെ ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോത്തി 2:1. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവം. ഹല്ലേലൂയ. എന്നാൽ എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല നമ്മെ ഏൽപ്പിക്കുകയാണ്. ആ ചുമതലയാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെയും വചന സന്ദേശത്തിൻ്റെയും വിഷയം. 210, 215 ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ അവരെത്ര ഉണ്ടായിരിക്കും? 1, 2 അല്ല. അവർക്ക് ചുറ്റുമുള്ള 1000 പേര്, 10,000 പേര്, 50,000 പേര്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ, ദൈവഭക്തി കൊടുക്കാൻ, ദൈവഭയം കൊടുക്കുവാൻ, ദൈവിക ജ്ഞാനം നൽകുവാൻ ദൈവം കാത്തിരിക്കുന്നു. 215 × 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 50,000. ഇനി 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അനുഗ്രഹം പോകും. രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ്റെയും ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു ദൈവവിളിയും ദൈവാനുഗ്രഹവുമാണ്. പ്രൈസ് ദി ലോർഡ്. ജോൺ പോൾ 2 മാർപ്പാപ്പ മരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ജർമ്മനിയിൽ ധ്യാനിപ്പിച്ച് 2-3 ആഴ്ചത്തെ ധ്യാനം അവസാനിപ്പിച്ചിരിക്കുന്ന ദിവസമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്കുള്ള പ്രാർത്ഥന ശുശ്രൂഷ നടത്തിയ ശേഷം സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. അവിടെയും 2-3 ആഴ്ചത്തെ ധ്യാനമുണ്ട്. ആ സ്വിറ്റ്സർലൻഡിലെ ധ്യാനത്തിൻ്റെ സമയത്ത് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ TV-യിലൂടെ നന്നായിട്ട് അടുത്ത് കാണാനും അതിൽ സംബന്ധിക്കാനും അവസരം കിട്ടി. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പാണ്. അടുത്ത മാർപ്പാപ്പായ്ക്കുള്ള തെരഞ്ഞെടുപ്പ്, കർദിനാളന്മാരുടെ മീറ്റിംഗ് കൂടുന്നു.
പല റൗണ്ട് വോട്ട് ചെയ്തിട്ടും ആരാണ് എന്നുള്ളത് ഒരു വ്യക്തത വരാതിരിക്കുന്നു. കേവല ഭൂരിപക്ഷം കിട്ടിയ ഏതോ ഒരു കർദിനാൾ മാർപ്പാപ്പ സ്ഥാനം സ്വീകരിക്കാൻ വിസമ്മതിച്ചുവെന്നും അദ്ദേഹത്തെ മറ്റുള്ളവർ നിർബന്ധിക്കുന്നുവെന്നുമൊക്കെ വാർത്ത പിന്നീട് കിട്ടി. പിന്നെ അദ്ദേഹം കാർഡിനൽ റാറ്റ്സിംഗറായിരുന്നു. അദ്ദേഹം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എന്ന പേരിൽ സ്ഥാനാരോഹണം ചെയ്തു. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടത് അൺവില്ലിങ് പോപ്പ്. വലിയ താല്പര്യമില്ലാതെ പരിശുദ്ധാത്മാവിന് നിർബന്ധവും കാണും, മനുഷ്യരുടെ നിർബന്ധവും കാണും. അങ്ങനെ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത അദ്ദേഹം അന്ന് അറിയപ്പെട്ടത് അൺവില്ലിങ് പോപ്പ് എന്നാണ്. അന്ന് തൊട്ട് ഒരു പ്രത്യേക പ്രാർത്ഥന പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. അതിങ്ങനെയാണ്, വേറെ ലോകത്തിൽ ആരും തന്നെ അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ മാർപ്പാപ്പ, അടുത്ത മാർപ്പാപ്പ, പിന്നെ വരുന്ന മാർപ്പാപ്പ, അത് എല്ലാ ദിവസവും തന്നെ അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇപ്പോഴത്തെ മാർപ്പാപ്പ, അടുത്ത മാർപ്പാപ്പ, പിന്നെ വരുന്ന മാർപ്പാപ്പ, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇപ്പോഴത്തെ രീതി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ, അടുത്ത മാർപ്പാപ്പ, അപ്പം പിന്നെ വരുന്ന മാർപ്പാപ്പ, ചുറ്റുമുള്ള 1000, 10,000 സഹശുശ്രൂഷകർ, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഏതായാലും ലോകത്തിൽ മറ്റാരും അറിയാതെ ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് എൻ്റെ ഓർമ്മ എല്ലാ ദിവസവും തന്നെ ഒന്നിലധികം പ്രാവശ്യം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദിവ്യപ്രേരണ കൊണ്ടുമായിരിക്കാം. മറ്റൊരു മാർപ്പാപ്പ ഒരുക്കപ്പെട്ടു, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞാൻ പ്രാർത്ഥിച്ചത് കൂടാതെ ലോകത്തിൻ്റെ പല ഭാഗത്തും പലരെ കൊണ്ടും ദൈവം പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടാവും. ആ പുതിയ മാർപ്പാപ്പ വന്നപ്പോഴത്തേക്ക് വളരെ പാവപ്പെട്ടവരോടും കരുണയും ഏത് തകർന്ന ജീവിതക്കാരെയും സ്വീകരിക്കാനുള്ള മനോഭാവവും എല്ലാം നിറഞ്ഞ പുഞ്ചിരിയുമായിട്ടുള്ള മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 7 കൊല്ലത്തെ പ്രാർത്ഥന കിട്ടിയെന്ന് ഞാൻ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അനേകരെ കൊണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും തൽക്കാലത്തേതിന് വേണ്ടി പ്രാർത്ഥിക്കാതെ വരും കാലത്തെ നേതാക്കന്മാർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അടുത്ത പ്രധാനമന്ത്രി, പിന്നെ വരുന്ന പ്രധാനമന്ത്രി, അവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് 543, രാജ്യസഭ 250, അടുത്ത 15 കൊല്ലത്തെ പാർലമെൻറ്റ്, അടുത്ത 15 കൊല്ലത്തെ രാജ്യസഭ മന്ത്രിമാർ, ഇന്ത്യയാണെങ്കിൽ ഇപ്പോഴത്തെ 40 മുഖ്യമന്ത്രിമാർ, അവർക്ക് ചുറ്റുമുള്ളൊരു 1000 മറ്റ് സഹ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മന്ത്രിമാർ, അടുത്ത 15 കൊല്ലം. ഇതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ ദൈവത്തിന് വളരെ സന്തോഷവും ഇഷ്ടവുമാണ്. കാരണം തലമുറകളുടെ രൂപീകരണത്തിനും വേണ്ടി, വിശുദ്ധീകരണത്തിനും വേണ്ടി ചെറിയവരാണെങ്കിലും നമ്മളെ ദൈവം ഉപയോഗിക്കുന്നു. ദൈവം ആ പ്രാർത്ഥന കേട്ട് ഭാവി നേതാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 തിമോത്തി 2:1-2 എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ജോവേൽ പ്രവാചകൻ്റെ പ്രവചനം 2:27-28 ദൈവം തൻ്റെ അഭീഷ്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:23-24 ദൈവം ആത്മാവാണ്. ദൈവം ജനകോടികളുടെ നേതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ആത്മാവാണ്. ദൈവം തൻ്റെ അനന്ത സ്നേഹം കൊണ്ട് മാനവരാശിയെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അനന്ത സ്നേഹമായ ദൈവം. പക്ഷെ മനുഷ്യർക്ക് ആ സ്നേഹം അനുഭവിക്കണമെങ്കിൽ എന്തു വേണം എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 പറയുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ, ലോകത്തിൻ്റെ മേൽ വർഷിക്കപ്പെടുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോവേൽ 2:28. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിപുത്രന്മാരും പ്രവചിക്കും, വചനപ്രഘോഷകരാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ലോകം മുഴുവൻ്റെ മേൽ ദൈവത്തിന് ഒരു താല്പര്യമുള്ളത് എല്ലാവരും ദൈവാത്മാവ് കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും ദൈവഭക്തി കൊണ്ടും ദൈവിക ജ്ഞാനം കൊണ്ടും നിറയണമെന്നാണ്. എന്നാൽ അതിലുപരി ലോകരാഷ്ട്രത്തിലെ നേതാക്കന്മാർ, പ്രബോധകരായിട്ടുള്ള അധ്യാപകർ, ഓരോ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. അതിന് അനിവാര്യമായത് ഒന്ന്, എല്ലാവരും പശ്ചാത്തപിക്കണം. അതുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ എന്ന ഈ സന്ദേശം ലോകത്തിന് നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതത്തിൽ പശ്ചാത്തപിക്കാൻ സന്ദേശം നൽകിയെങ്കിൽ തൻ്റെ മനുഷ്യാവതാരത്തിൽ, തൻ്റെ രഹസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എന്ത് സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്? ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2:5 നാം വായിക്കുന്നു, അവൻ ദൈവത്തിന് തുല്യനായിരുന്നെങ്കിലും ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി സ്വയം ശൂന്യവൽക്കരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമയെന്ന് നമുക്കറിയാം. അൽഫോൻസാമയുടെ ഒരു ലിഖിതം ഇങ്ങനെയാണ്: സഹിക്കാനില്ലാത്ത ദിവസം നഷ്ടദിവസം. വിശുദ്ധ അമ്മ ത്രേസ്യ കത്തോലിക്ക സഭയിലെ വലിയ വേദപാരംഗതയിൽ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അപ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആത്മഹത്യ എന്നർത്ഥമല്ല, സഹനങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ലോക വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ ഈശോനാഥൻ പരിശുദ്ധാത്മാവ് പറയാണ്, സഹോദരരെ, പൗലോസ്ലീഹ എഴുതിയാണ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്താണ് അപേക്ഷിക്കുന്നത്? നിങ്ങളുടെ സഹനങ്ങളെ, നിങ്ങളുടെ ജീവിതങ്ങളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം. യേശു തന്നെ ഒരു ബലിയായി സമർപ്പിച്ചു. എല്ലാ വിശുദ്ധന്മാരും രക്തസാക്ഷികളും ലോകരക്ഷയ്ക്ക് വേണ്ടി യേശുവിനോട് ചേർന്ന് സഹനങ്ങൾ ഏറ്റെടുത്ത് കാഴ്ചവെച്ചവരാണ്. നമ്മളോടും പറയുകയാണ്, നിങ്ങളുടെ സഹനങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. അത് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പേർക്ക് വേണ്ടി കാഴ്ചവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അറിയാതെ സഹനങ്ങൾ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവം അറിയാതെ സഹനങ്ങൾ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെ മേലും ജെറൂസലം നിവാസികളുടെ മേലും കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, പ്രാർത്ഥനാ ചൈതന്യം നമുക്ക് നൽകി നമ്മളെയും ലോകരാഷ്ട്ര നേതാക്കളെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, 1981 മുതൽ പരിശുദ്ധ അമ്മ മെജുഗോറിയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു 6 യുവാക്കൾക്കാണ് പ്രത്യക്ഷപ്പെട്ട സന്ദേശം നൽകിയത്. ആ സന്ദേശം എങ്ങനെയാണ്? ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1935 സിസ്റ്റർ ഫൗസ്തീന, സെയിൻറ്റ് ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കരുണയുടെ പ്രാർത്ഥന വെളിപ്പെടുത്തി. അത് കൂടുതൽ ജ്വലിപ്പിക്കാൻ പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷീകരണത്തിലൂടെ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും
ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനന്തകരുണയിൽ വചനപ്രഘോഷണവും പരിശുദ്ധാത്മ അഭിഷേകവും രോഗശാന്തി ശുശ്രൂഷയുമെല്ലാം കേരളത്തിലും ലോകം മുഴുവനിലും കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മളെ ഉത്തേജിപ്പിക്കാനും നമ്മുടെ വിശ്വാസം ഉണർത്താനും വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനു മുമ്പ് വചനപ്രഘോഷണത്തിൽ ഈ കാര്യം ഓർപ്പിച്ചിരുന്നു. 1533 മെക്സിക്കോയിൽ ഗ്യാദലുപ്പയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഇന്ന് 5000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ദേവാലയമുണ്ട്. 10 കൊല്ലം കൊണ്ട് അനേക ലക്ഷം പേര്, 9 മില്യൺ 90 ലക്ഷം പേര് ജ്ഞാനസ്നാനം സ്വീകരിച്ച അഭിഷേകം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി 12 അപ്പസ്തോലന്മാരും 120ഓളം ശിഷ്യന്മാരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അതേ അമ്മയുടെ അഭിഷേകം വഴി ലോകം മുഴുവൻ എല്ലാവരും, നേതാക്കന്മാരും അണികളും ലോകജനകോടികളും പരിശുദ്ധാത്മാവ് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കി, അതിനുവേണ്ടിയുള്ള ആഗ്രഹം നൽകി. കർത്താവ് അനേകം പേർക്ക് ശാരീരികവും മാനസികവും ആത്മീയവും കുടുംബപരവുമായ അഭിഷേകം നൽകുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തിക കടബാധ്യതയിൽ നിന്ന് ഏതാനും പേരെ മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകാൽ മരവിപ്പ് വേദന 11 പേരെ സുഖപ്പെടുത്തുന്നു. ഇടുപ്പിന് സർജറി കഴിഞ്ഞതിന് ശേഷവും നടക്കാൻ ബുദ്ധിമുട്ടും വേദനയുമുള്ള ഒരാൾക്ക് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശക്തമായ തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള വേദന 16 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യെശയ്യാ 35 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ മഞ്ഞെ പോലെ കുതിച്ചിയാടുന്നു, വരണ്ട ഭൂമി ജലപ്രവാഹം വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വെളിപ്പെടുത്തലാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമുക്കൊരു കരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗജന്യ പാപമോചനം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. 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 Hallelujah. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നാപക യോഹന്നാൻ്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടില്ല. പ്രവാചക സന്ദേശം നൽകുവാൻ പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അനേകരിലൂടെ ദൈവത്തിൻ്റെ ദൂത് പശ്ചാത്തപിക്കുവാനും വിശ്വസിക്കുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള സന്ദേശം ഇന്ന് ലോകത്തെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഷഗീന ടെലിവിഷനിലൂടെ നമുക്ക് ഈ സന്ദേശം കിട്ടുന്നു, അല്ലെങ്കിൽ ഗുഡ്നസ് ചാനലിലൂടെയോ ശാലോം ചാനലിലൂടെയോ മറ്റ് ചാനലിലൂടെയോ കിട്ടുന്നു. ദൈവം ചിലരെ ഒരുക്കി തരുന്നതാണ്, ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കുടുംബത്തിനും വ്യക്തിബന്ധങ്ങൾക്കും സൗഖ്യവും വിടുതലും നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെർണിയ രോഗമുള്ള 3 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. ശരീരത്തിൽ ചൊറിച്ചിൽ കളർ മാറ്റമുള്ള 33 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. കൈയുയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം കൂടി ആലപിക്കാം. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ദാസർക്കേകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 20-ാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയി. എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം പൊതുവെയുള്ള കമ്മ്യൂണിറ്റി സമൂഹ പ്രാർത്ഥന കൂടാതെ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരവസരത്തിൽ ദൈവം സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ളൊരു സന്ദേശമാണെന്ന് പിൽക്കാലത്ത് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. കാരണം ചോദിക്കുവിൻ നിനക്ക് കിട്ടുമെന്നല്ല, നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ചോദിക്കുന്ന എല്ലാവർക്കും, ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ അവർക്കും പരിശുദ്ധാത്മാവിനെ ധാരാളമായി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അത് 20-ാമത്തെ വയസ്സിൽ ഞാൻ കേട്ട ദൈവശബ്ദം. 23-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ അനന്തകരുണയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രകാശഗോളത്തിൻ്റെ രൂപത്തിൽ എന്നിലേക്ക് കടന്നു വരാൻ ദൈവം ഒരു പ്രഭാതത്തിൽ ഇടയാക്കി. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ ഒരു പ്രകാശഗോളം കാണുവാനും ആ പ്രകാശഗോളം ഒരു പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ശിരസിൻ്റെ മുകളിൽ ആവസിച്ച് എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലെല്ലാം പ്രകാശവും സ്നേഹവുമായി വന്നിറങ്ങും. ഒരു 15 മിനിറ്റ് നേരം നീണ്ടുന്ന ആ അവസരത്തിൽ ഒരുപാട് ആന്തരിക സൗഖ്യവും ദൈവസ്നേഹാനുഭവവും എനിക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വചനപ്രഘോഷണത്തിന് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ 23-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവസ്നേഹാഭിഷേകം എന്നിൽ വന്ന് നിറഞ്ഞതുകൊണ്ടാണ്. ഇതൊരു പ്രാവശ്യമല്ല, പിറ്റത്തെ മാസവും അടുത്ത മാസവും അങ്ങനെ 6 മാസം ഒരു പ്രാവശ്യം, ഒരു മാസത്തിൽ 1 പ്രാവശ്യം വീതം പ്രകാശഗോളം കാണുകയും
ആ പ്രകാശഗോളം എന്നിലേക്ക് ഇറങ്ങി വരികയും ദൈവസ്നേഹം കൊണ്ട് നിറയുകയും ചെയ്യുന്ന ഈ അനുഭവം എനിക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. പരിശുദ്ധാത്മാവിനെ കിട്ടും. ലോകം മുഴുവനുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ കാഞ്ചിക്കോട് റാണിയുടെ സന്ദേശം നമുക്ക് കേൾക്കാം. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. ആവേ മരിയ, 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 ആവേ മരിയ. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുമനസ്സിന് മുൻപിൽ ആമേൻ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ശ്രവിക്കാം. അമ്മയുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ അമ്മ, എന്നാൽ മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട. അമ്മ ഇങ്ങനെ പറയുന്നതിൻ്റെ തുടക്കം ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്. പിശാച് പല കോപവെറികളും കാണിക്കും. അതൊന്നും കണ്ട് മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ലോകത്തിൻ്റെ അംഗീകാരം ആഗ്രഹിക്കുകയോ കാത്തിരിക്കുകയോ വേണ്ട. ഇതാ ഈ അമ്മയുടെ വിമലഹൃദയ വിജയത്തിനായി സഹനത്തിൻ്റെ പാതയെ പുൽകുക. യേശു മഹത്വത്തോടെ വരുമ്പോൾ അവിടുത്തെ അടുക്കിലേക്ക് സസന്തോഷം നിങ്ങളെ നയിക്കുന്ന പ്രകാശപൂർണമായ മാർഗമാണ് എൻ്റെ വിമലഹൃദയം. അമ്മ വീണ്ടും വീണ്ടും പറയുക, മക്കളോട് ഓർമ്മിപ്പിക്കുക. ഈശോ മഹത്വത്തോടെ വരുമല്ലോ, നമ്മളത് വിശ്വസിക്കുന്നു, വചനം സാക്ഷിക്കുന്നു. ഈശോ മഹത്വത്തോടെ പ്രതാപവാനായിട്ട് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ വരുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. ആ പരിശുദ്ധ വചനങ്ങളെ നാം സ്വീകരിക്കണം. അങ്ങനെ വരുമ്പോൾ, ആ മഹത്വത്തോടെ വരുമ്പോൾ സസന്തോഷം നിങ്ങളെ നയിക്കുന്ന പ്രകാശപൂർണമായ മാർഗമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അതുകൊണ്ട് അമ്മയുടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലായിരുന്നോ? ഏത് സമയത്താണ് അത് സംഭവിക്കുക എന്ന് ആലോചിക്കേണ്ട. ഈ ലോകം അംഗീകരിക്കുമെന്ന് വിശ്വസിക്കേണ്ട. അതിനുവേണ്ടി കാത്തിരിക്കുകയും വേണ്ട. അമ്മയുടെ വിമല ഹൃദയത്തിലായിരിക്കുക. കർത്താവിൻ്റെ മഹത്വത്തോടുകൂടിയുള്ള ആഗമനത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. വേദനാപൂർണമായ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമായി കഴിയാനുള്ള സുരക്ഷിതമായ അഭയസ്ഥാനമാണ് നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടു ഈ ഹൃദയം. ഏത് അമ്മയാ പറയാ? ഏത് അമ്മയ്ക്ക് ഇത് പറയാൻ പറ്റുക? വചനത്തിൻ്റെ ഖജനാവായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന നമുക്കത് വിശ്വസിക്കാൻ പറ്റും. നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. അമ്മ പറയുക, വേദനകൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ വേദനയുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുമോ?
ആത്മാവിലോ മനസ്സിലോ ശരീരത്തിലോ വേദനയുണ്ടെങ്കിൽ സമാധാനം അനുഭവിക്കാമെന്ന് വിശുദ്ധരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ? അൽഫോൺസമ്മ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് ചോദിച്ച, അൽഫോൺസ നീ എന്താ ചെയ്യുന്നേ? ഞാൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ കൊച്ചു ത്രേസ്യായും പറഞ്ഞത് അതുതന്നെയാണ്. എൻ്റെ സഹനമെല്ലാം യേശുവിലേക്ക്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയാണെന്ന്. വിശുദ്ധാത്മാക്കളെയൊക്കെ തീപ്പന്തം പോലെ കത്തിച്ചിട്ട് ക്രിസ്തീയ പീഡനങ്ങളുടെ സമയത്ത് വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റിന് പകരം കത്തിച്ചപ്പോൾ അവർ ഉദ്ഘോഷിച്ചത് ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണെന്നാ. വിശുദ്ധ മരിയ കൊരൂത്തി അലക്സാണ്ടറിൻ്റെ പീഡനങ്ങൾക്ക് വിധേയയാകാതെ അതിനെ തടഞ്ഞതുകൊണ്ട് അലക്സാണ്ടറിൻ്റെ കുത്തുകെട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മരണത്തിന് തൊട്ടു മുൻപ് ആ കൊച്ചു വിശുദ്ധയോട്, മരിയ നീ എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ മരിയ കൊരൂത്തി പറഞ്ഞതും അത് തന്നെയാണ്. അസഹനത്തെ സ്വീകരിച്ചുകൊണ്ട് അലക്സാണ്ടറിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. മരിയ കൊരൂത്തി ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിക്കുന്നതും എന്നാൽ അല്പം കഴിയുമ്പോൾ ഞാൻ നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതുമായ യേശുവിൻ്റെ കരങ്ങളിലാ ഞാനെന്ന്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞു, ഞാനൊരു ഗോതമ്പ് മണിയാണ്. മറ്റുള്ള അവരെ എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ആരും അവരെ പിന്തിരിപ്പിക്കരുത്. കാരണം സിംഹങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഈ ഗോതമ്പ് മണിയാകുന്ന ഞാൻ അമരപ്പെടട്ടെ. എന്നിട്ട് ഞാൻ ആ യേശുവിൻ്റെ രക്തം എന്നിലുണ്ട്, ആ രക്തത്തിൽ കുഴഞ്ഞ് ഒരു അപ്പമായി തീരട്ടെ. അതല്ലേ ദിവ്യകാരുണ്യം. എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ആരും എന്നെ തടയരുതെന്ന് പറഞ്ഞു. വിശുദ്ധ അഗാപ്പീറ്റസ് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൽക്കരി കത്തിച്ചിട്ട് ആ കൽക്കരി ഒഴിച്ചപ്പോൾ ആ വിശുദ്ധൻ പറഞ്ഞു, അതിൽ നിന്ന് അവരെ ആരും തടയരുത്. കാരണം എൻ്റെ ശിരസ് പാപം നിറഞ്ഞ് എൻ്റെ ശിരസ് കത്തി അമരട്ടെ, ഞാൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനല്ലേ എന്ന്. ഈ കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധ പാദ്രിയോ പിയോ പല സർജറികൾക്കും ഓപ്പറേഷന് വിധേയനായപ്പോൾ പറഞ്ഞു, എനിക്ക് അനസ്തേഷ്യ തരരുത്. ആ സഹനം എൻ്റെ കർത്താവിൻ്റെ മുറിവുകളിലേക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ടവനാകട്ടെ എന്ന്. എല്ലാ വിശുദ്ധാത്മാക്കളും ഇന്ന് നമ്മൾ വിശുദ്ധാത്മാക്കളുടെ തിരുശേഷിപ്പ് തൊട്ടുമുത്തുന്നു സൂക്ഷിക്കുന്നു ഒക്കെ ഉണ്ടല്ലേ. അവർ ഒറ്റ കുതിപ്പിൽ വിശുദ്ധരായി തീർന്നവരല്ല. സഹിച്ചും അധ്വാനിച്ചും പ്രാർത്ഥിച്ചും ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞും അഴുകപ്പെട്ടും പാപം ചെയ്യാതെ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ വീണുപോയിട്ടുള്ളവർ പോലും എഴുന്നേറ്റ് കഴുകന്മാരെ പോലെ ചിറകടിച്ച് വിശുദ്ധിയിൽ ഉയർന്നിട്ട് ഉന്നതങ്ങളിലെത്തിയവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് കഴിവുകളുണ്ട്, സാധ്യതകളുണ്ട്. കഴിവുകളും സാധ്യതകളും പണവും സമ്പാദ്യവും എല്ലാം ഒരുവനെ ഉയരത്തിലെത്തിക്കാൻ, ലോകത്തിൻ്റെ ഉയരത്തിൽ. എന്നാൽ ദൈവവുമായുള്ള ഐക്യവും വിശുദ്ധി നിറഞ്ഞ ജീവിതവും ഇല്ലെങ്കിൽ അവൻ നേരെ പോകുന്നത് അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്കായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ലോകത്തിൻ്റെ അംഗീകാരത്തിന് കാത്തിരിക്കാതെ യേശുവ് മഹത്വത്തോടെ വരുമ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയം നൽകുന്ന സന്തോഷവും സമാധാനവും സഹന ജീവിതത്തിൽ പോലും അത് അനുഭവിച്ചുകൊണ്ട് സുരക്ഷിതമായ അഭയകേന്ദ്രമാണ് നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന അമ്മയുടെ വിമല ഹൃദയമെന്ന് മനസ്സിലാക്കിയിട്ട് മായാ കാഴ്ചകളിൽ പെടാതെ, ലോകത്തിൻ്റെ അരൂപിയിൽ പെടാതെ, സഹനത്തിൽ പിറുപിറുക്കാതെ, സഹനത്തെ മുഖമുദ്രയാക്കിക്കൊണ്ട് അഭയം തേട അമ്മയുടെ വിമല ഹൃദയത്തിൽ. മക്കളെ, ഘോര അന്ധകാരത്തിൻ്റെയും സാർവത്രിക അസ്പഷ്ടതയുടെയും നാളുകളിൽ നിങ്ങളുടെ വിമല മാതാവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുക. അമ്മയുടെ വാക്കുകൾ എത്ര വർഷം മലയാളത്തിലെ എം എ എടുത്ത് പഠിച്ചാലും അറിയില്ല ഈ വാക്കുകളുടെ അർത്ഥവ്യാപ്തി എത്രയുണ്ടെന്ന്. അസ്പഷ്ടത. ആ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, ഘോരമായ അന്ധകാരം ജീവിതത്തിലാണെന്ന് ചിന്തിക്കുമ്പോൾ, എനിക്ക് ഈ കെണിയിൽ നിന്ന് മോചനമില്ല, ഞാൻ അന്ധകാരത്തിലാണെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, പ്രിയ കുഞ്ഞെ, ഈ കടക്കെണി കൊണ്ട് അവസാനിക്കേണ്ടതല്ല നിന്റെ ജീവിതം. ഇത് നീ വരുത്തി വെച്ചതാണോ? നീ അനുദപിക്ക്.
നിന്റെ ജീവിതത്തിൽ എന്താണോ അന്ധകാരമായിട്ട് നിന്റെ മുൻപിൽ നിൽക്കുന്നത്, നിന്റെ കുടുംബത്തിൽ നിൽക്കുന്നത്, നിന്റെ സമൂഹത്തിൽ നിൽക്കുന്നതായിട്ട് നീ മനസ്സിലാക്കുന്നത്, ആ അന്ധകാരം മാറിപ്പോകാനായിട്ട് പ്രകാശഗോപുരമായ യേശുവിനെ പ്രാപിക്കാൻ, ആ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നോക്ക്. അവിടെ യേശുവുണ്ട്. അഭയം തേടി പ്രാർത്ഥിക്ക്. കണ്ണീരൊഴുക്കി കലങ്ങിയ കണ്ണുകളുമായിട്ട്, തളർന്ന മനസ്സുമായിട്ട് ജീവിതത്തെ അവസാനിപ്പിക്കാനായിട്ട് ആലോചിക്കുകയേ ചെയ്യരുത്. ഇതാ ആ സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഈ സമയം ഏത് സമയം? കർത്താവിൻ്റെ ആഗമനത്തിനായിട്ടുള്ള സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്നാണോ, നാളെയാണോ, മറ്റന്നാളാണോ? അതൊന്നും ചിന്തിക്കേണ്ട. ആ സമയം ഇതാ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ആ സമയത്തിലേക്ക് നമ്മളെ നീക്കിക്കൊണ്ടുവരിക പരിശുദ്ധ അമ്മ. ആ സമയത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയത്തിലേക്കാണ് നമ്മൾ ഈ ലോകത്ത് ജനിച്ചത്. ആ സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ആകയാൽ ലോകം മുഴുവനിൽ യേശുവാകുന്ന പ്രകാശം പരത്താൻ ഈ അമ്മയോടൊപ്പം മക്കളെ നിങ്ങൾ ഒരുങ്ങുക. ഒരു വിരുന്നിന് പോകാൻ, ഒരു കല്യാണത്തിന് പോകാനൊക്കെ നമ്മൾ ഒരുങ്ങാറില്ലേ? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇച്ചിരി വൃത്തിയിലൊക്കെ പോകാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ ഒരുക്കം കൂടുതലാണ് എല്ലാവർക്കും. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ലൈക്ക് കിട്ടാൻ, ഒരു ഇഷ്ടം, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ട് കേൾക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള പ്രശംസ കേൾക്കാനായിട്ട് ബാഹികമായിട്ട് ഒരുങ്ങുന്നു. അമ്മ പറയുക, മക്കളെ, ആ സമയം, കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു. അതിനാൽ ലോകം മുഴുവൻ യേശുവാകുന്ന പ്രകാശം നിറയട്ടെ. ആ പ്രകാശം പരത്താൻ ഈ അമ്മയോടൊപ്പം നിങ്ങൾ ഇറങ്ങുക. വീട് വിട്ടിറങ്ങുക. നിന്നിൽ നിന്ന് ഇറങ്ങുക. എങ്ങോട്ടിറങ്ങണമെന്ന് അമ്മ പറയാ? പ്രകാശം പരത്താനായിട്ട് ഇറങ്ങണം എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഒരു 4 സൈഡ് മൈക്കിൻ്റെ മുൻപിൽ നിന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ലായിരിക്കും. അമ്മ പറയുന്നു, പ്രാർത്ഥനയിലൂടെ മുന്നേറുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയ്ക്കും മറ്റാത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യവും സുവിശേഷ പ്രഘോഷണവും മാധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കുഞ്ഞെ, നീ എവിടെയായിരുന്നാലും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നീ ഒരു വ്യക്തിയെ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ ആ പണം കൊടുത്ത് സഹായിച്ച വ്യക്തിക്ക് അത് ഉപകാരമായിരിക്കും. എന്നാൽ നീ അവിടെ നിന്നെ അതിനൊരു ഉപകരണമാക്കി. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ദൈവം നേരിട്ട് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടിട്ട് ആ ആത്മാവിനെ നേടിയെടുക്കും. വിശുദ്ധ ദേവപ്രാസ്യമ്മ പറഞ്ഞില്ലേ, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. അതായിരിക്കണം നമ്മുടെ ജീവിതം. വിശുദ്ധ ദേവപ്രാസ്യമ്മ അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ, പുണ്യം അഭ്യസിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം പോലും വെറുതെ കളയരുത്. അമ്മ പറയുന്നു, പ്രാർത്ഥനയിലൂടെ മുന്നേറുക. പാപരഹിതനായ യേശുവിൻ സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. യേശുവിൻ്റെ സമാധാനം നമ്മളിൽ കുടികൊള്ളാനായിട്ട്, ഏത് വേദനയിലും സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നാം തേടണം. അതുകൊണ്ട് നമുക്ക് നാളേക്ക് നീട്ടിവെക്കേണ്ട. ഇതാ ആ സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ ലോകം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യ, നീ ഇത്രയേ ഉള്ളൂ എന്ന്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ക്രൂരതകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തോ വലുത് സംഭവിക്കാനിരിക്കുന്നു. പരിശുദ്ധ അമ്മ തന്ന സന്ദേശം നമ്മൾ ഇതിനു മുൻപ് വായിച്ചു കേട്ടു. ദേവാലയങ്ങൾ തകർക്കപ്പെടുകയാ ഈ കാലഘട്ടത്തിൽ. പല കോടതി വിധികളും അതിനനുകൂലമാണെന്ന് പറയുന്നു. പല നിയമപാലകരും നോക്കി നിൽക്കുകയാണ്. ഈശോയുടെ ബലി നടന്ന ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നത് ഓർക്കുക. മെറ്റീരിയൽ കൊണ്ട് പണിതപ്പെട്ട ഒരു ദേവാലയം തകർക്കണമെങ്കിൽ കർത്താവിൻ്റെ രക്തം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത
ആലയമാകുന്ന, ദേവാലയമാകുന്ന മനുഷ്യൻ ആദ്യം തകരുന്നുണ്ട്. ആ തകർച്ച മനുഷ്യൻ വരുത്തി വയ്ക്കുന്നതാണ്. തിരിച്ചറിവോടെ ആ തകർച്ചയില്ലാതെ ജീവിക്കാനായിട്ടും ആരാധനയ്ക്ക് യോഗ്യനായവന്റെ തിരുസാന്നിധ്യം അനുഭവിക്കുന്ന ആരാധനാലയങ്ങൾ നിലനിൽക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും എവിടെയെങ്കിലും ഒരു ബലിയെങ്കിലും അർപ്പിച്ചിട്ടുള്ള ബലിപീഠങ്ങൾ തകർക്കപ്പെടാതിരിക്കാനും നിന്റെ ജീവിത ബലിപീഠം നീ ഏറ്റവും സുന്ദരവും പരിശുദ്ധവും വിശുദ്ധവും ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാകുന്ന അഗ്നി ജ്വലിക്കുന്നതുമായ ഒരു ജീവിതമാക്കി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. അതിന് നിനക്ക് സാഹചര്യങ്ങളും സാധ്യതകളും അറിവുകളുമുണ്ട്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിച്ച് ദൈവിക ജ്ഞാനത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് കൃപാവരം കൊണ്ട് ക്രൂരതയുടെ മുഖത്തടിക്കാമെന്ന് പരിശുദ്ധാമ്മ പഠിപ്പിച്ചിട്ടുള്ള ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മുഖത്തടിക്കാനല്ല, ക്രൂരത ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ക്രൂരതയുടെ മുഖത്തടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മൾ പ്രതികാരം ചെയ്യേണ്ടവരാണ്. എങ്ങനെ? വിശുദ്ധമായിട്ട്, വിശുദ്ധിയിൽ ജീവിച്ചിട്ട് സാത്താനെതിരെ പ്രതികാരം ചെയ്യണം. ആ ആത്മീയ പ്രതികാര ബുദ്ധി നമുക്ക് വേണം. അങ്ങനെയാണ് സഭയെ ചുളിവുകളോ പാടുകളോ ഇല്ലാത്ത വിധം മനോഹരമാക്കാനുള്ള ഞാനെന്ന ഒരു ഇഷ്ടികയുടെ, സഭാസൗധം പണിയപ്പെട്ടിരിക്കുന്ന ഒരു ഇഷ്ടികയാണ് ഞാൻ ക്രമക്കേടിൽ ജീവിച്ചാൽ ആ ക്രമക്കേട് സഭയിലുണ്ടാകും, ഈ ലോകത്തുണ്ടാകും. അങ്ങനെ ആയിരിക്കാതെ ജീവിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് യാചിക്കാം. നമ്മുടെ ദൃഷ്ടികൾ പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് ഉയർത്താം. പരിശുദ്ധ അമ്മ എങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്തിയോ ആ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് നമുക്ക് വളരാം. അമ്മയുടെ കരങ്ങൾ പിടിച്ച് സ്വർഗത്തിലേക്ക്, സ്വർഗം അവകാശമാക്കിയവർ ആ അവകാശത്തെ വേണ്ടെന്ന് സ്വന്തം ജീവിതം വഴിയായിട്ട് പറയരുത്. വിശുദ്ധ കുരിശിനാൽ മുദ്രിതമായ നമ്മുടെ ജീവിതം, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയുള്ള നമ്മുടെ ജീവൻ കർത്താവിൻ്റെ തിരുമനസ്സിനൊത്തവണ്ണം ജീവിച്ച് രൂപപ്പെടുത്തിയിട്ട് ദൈവീക കൃപ സ്വീകരിച്ചുകൊണ്ട് കൃപയ്ക്കുമേൽ കൃപയിലായിരിക്കുവാനുള്ള അനുഗ്രഹം ജപമാല പ്രാർത്ഥന വഴിയും കൗദാശിക ജീവിതം വഴിയും ചെറുതും വലുതുമായിട്ടുള്ള സഹന ജീവിതത്തിൻ്റെ സ്വീകാര്യത വഴിയായിട്ടും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. സർവശക്തനായ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവമിതാ നമുക്ക് സമയം നൽകിയിരിക്കുകയാണ്. ഈ ആരാധന ലോകം മുഴുവനിലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയും നേതാക്കന്മാർക്ക് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നമ്മൾ മാറ്റുമ്പോൾ സത്യമായും നമ്മൾ കുടുംബത്തിലുള്ള സകലരും അനുഗ്രഹം പ്രാപിക്കും. ആ പ്രാർത്ഥനയുടെ ഒരുക്കമായിട്ട് സ്നേഹപൂർവം നമുക്ക് തിരുസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്കൊന്ന് വിശ്വാസത്തോടെ അനുതാപത്തോടെ സാധിക്കുമെങ്കിൽ കണ്ണുനീരോടുകൂടി നമുക്ക് ഏറ്റുചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണമേ. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ. അങ്ങേ നിന്ദിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവേ, അങ്ങയുടെ നാമത്തിന്റെ അനന്ത ശക്തി ഈ സമയം ലോകരാജ്യങ്ങളുടെ മേൽ, ലോക നേതാക്കന്മാരുടെ മേൽ, മത നേതാക്കന്മാരുടെ മേൽ, മത തീവ്രവാദികളുടെ മേൽ, തിന്മ ചെയ്യുന്നവരുടെ മേൽ, തിന്മ പ്രചരിപ്പിക്കുന്നവരുടെ മേൽ, ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ മേൽ അങ്ങയുടെ കരുണ ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടികാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി ദൈവജനമേ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന സകലരും ഉണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ വിളിച്ചുകൊണ്ട് സകല ജനങ്ങളും ഈ നിമിഷം ദൈവത്തിരിയാൻ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചേ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആഗ്രഹത്തോടെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആരാധന, 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 ആരാധന. ശക്തി വ്യാപരിക്കട്ടെ, ലോകരാജ്യങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 68:28 വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നുവെങ്കിൽ ലൂക്ക 6:19 തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇതാ സകല ജനങ്ങളെയും സുഖപ്പെടുത്തിയെന്ന ആ ഒരു വചനത്തിന്റെ അഭിഷേകം നാം ഇപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോക രാജ്യങ്ങളുടെ മേൽ, ലോക നേതാക്കന്മാരുടെ മേൽ, മത നേതാക്കന്മാരുടെ മേൽ ഇപ്പോൾ തന്നെ ഈ ശക്തി വ്യാപരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മാത്യു നേക്കമ്പലച്ചൻ ആവർത്തിച്ചു പറഞ്ഞു: ചോദിക്കുവാൻ നിങ്ങൾ ലഭിക്കും, പരിശുദ്ധാത്മ ലഭിക്കും. പരിശുദ്ധാത്മാവാണ് ഏതൊരു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുന്നത്. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എല്ലാം ക്രമപ്പെടുത്തുന്നുവെങ്കിൽ, നമ്മളിതാ ഈ നിമിഷം സകല ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഏക പ്രാർത്ഥന: ഓ പരിശുദ്ധാത്മാവേ, ഈ ജനങ്ങളുടെ മേൽ, നേതാക്കന്മാരുടെ മേൽ, മത തീവ്രവാദികളുടെ മേൽ, മത നേതാക്കന്മാരുടെ മേൽ ഓ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം ഇറങ്ങട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പരിത്യാഗങ്ങൾ എടുത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നവർ, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നവർ, ഉണ്ടാകുന്ന സഹനങ്ങളെ യേശുവിന്റെ സഹനത്തോട് ചേർത്ത് കാഴ്ചവച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത്, ലോക രാജ്യത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരെ ഈ നിമിഷം തന്നെ മുട്ടുകുത്തി കൈകൾ ഉയർത്തി ഒരിക്കൽ കൂടി എല്ലാവരെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന നേതാക്കന്മാരെ, നിങ്ങൾക്കറിയാവുന്ന രാജ്യങ്ങളെ സമർപ്പിച്ച് സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശു നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല 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 ഹല. യേശു നാമത്തിലെ ശക്തി, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ ശക്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. ചേർന്ന് പാടിക്കേ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. ചേർന്ന്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ഈശോ ദൈവശക്തി വെളിപ്പെടട്ടെ. ഈശോയെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഒറ്റവിളി യേശുവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അഗ്നി ഇറക്കണമേ. അഗ്നി അഭിഷേകം തിന്മയെ കത്തിക്കുന്ന, സ്വാർത്ഥതയെ കത്തിക്കുന്ന, ഞാൻ ഭാവത്തെ കത്തിക്കുന്ന, അധികാര മോഹങ്ങളെ കത്തിക്കുന്ന അഗ്നി ഇറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട മാത്യു നേക്കമ്പലച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ജെറീക്കോ കോട്ട ആർക്കും അകത്ത് കടക്കുവാൻ പറ്റാത്ത വിധത്തിൽ
മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയുണ്ട്. അതാണ് ജെറീക്കോ കോട്ട. ആ ജെറീക്കോ കോട്ട ദൈവം ജോഷുവയുടെ കൈകളിൽ എങ്ങനെ ഏൽപ്പിച്ചു എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ വിശ്വാസത്തോടെ. എന്ത് വിശ്വാസം? ദൈവം പറഞ്ഞ കാര്യങ്ങൾ ജോഷുവ അനുസരിച്ച് അപ്രകാരം പ്രവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ മനുഷ്യർക്ക് അസാധ്യമായ ആ കോട്ട നിലംപതിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എതിരായിട്ട് ആരെല്ലാം എന്തെല്ലാം കോട്ടകൾ ഉണ്ടാക്കിയാലും, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി മനുഷ്യരാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്താലും, മത നേതാക്കന്മാരായാലും ലോകരാജ്യങ്ങളിലുള്ളവരായാലും ശരി, വിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവം പറയുന്നത് പോലെ അനുസരിച്ച്, ദൈവം പറയുന്നത് പോലെ ജീവിച്ച്, ദൈവം പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, ഏക മനസ്സോടെ നാം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതാ ആ ജെറീക്കോ കോട്ടകൾ തകരും. ഇത് സത്യമാണ്. കാരണം യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശു ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളാരും നമ്മുടെ സ്വന്തം ശക്തിയാലല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മളാരും നമ്മുടെ സ്വന്തം ശക്തിയാലല്ല പ്രവർത്തിക്കുന്നത്. പിന്നെയോ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതേക്കാൾ വൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന വാഗ്ദാന വചനം നമുക്കുണ്ട് സഹോദരങ്ങളെ. യേശു ചെയ്തതേക്കാൾ വൻ കാര്യങ്ങൾ ചെയ്യുവാനുള്ള വാഗ്ദാന വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ വിശ്വാസത്തോടു കൂടി വീട്ടിലായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഉയർത്തപ്പെട്ട ജെറീക്കോ കോട്ട, സുവിശേഷ വേലയ്ക്ക് എതിരായി ഉയർത്തപ്പെട്ട ജെറീക്കോ കോട്ട, സുവിശേഷ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന കൊറോണ വൈറസ് പോലെയുള്ള ജെറീക്കോ കോട്ട ഈ നിമിഷം തകർന്നടിയുമെന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? സാധിക്കുന്നവരെ കരങ്ങൾ കോർത്തു പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവശക്തിയോടെ യേശുനാമത്തിൽ വിളിക്കട്ടെ. യേശുവേ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഈ പാട്ടിനോട് ചേർന്ന് ഒന്ന് പാടിക്കേ, ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ചേർന്ന് ഞങ്ങളോട് കൂടെയുള്ള അങ്ങനെ വാഗ്ദാനമാണ്, അങ്ങാണ് ചെയ്തത്. എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തതിനേക്കാൾ വൻ കാര്യങ്ങൾ ചെയ്യും. ഓ ദൈവമേ, ഈ വാഗ്ദാന വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഒഴുകണമേ കർത്താവേ. സുവിശേഷത്തിന് തടസ്സം നിൽക്കുന്നവരെ, സുവിശേഷം തടസ്സം നിൽക്കുന്നവരെ, ലോകരാജ്യങ്ങളിലുള്ള നേതാക്കന്മാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, ഉന്നത അധികാരികളെ, ജഡ്ജിമാരെ, കർത്താവേ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഉയർന്ന പദവിയിലുള്ളവരെ, യേശുനാമത്തിന്റെ ശക്തി ഇപ്പോൾ അവരെ രൂപാന്തരപ്പെടുത്തണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, മത നേതാക്കന്മാർക്ക് വേണ്ടി, ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ പ്രവർത്തിക്കണമേ. ഞങ്ങളല്ല കർത്താവേ, അങ്ങ് പ്രവർത്തിക്കണം. അങ്ങയുടെ ശക്തി അങ്ങ് ഒഴുക്കണം കർത്താവേ. അങ്ങയുടെ ശക്തിയാണ് രൂപാന്തരപ്പെടുത്തുന്നത്, അങ്ങയുടെ ശക്തിയാണ് സുഖപ്പെടുത്തുന്നത്, അങ്ങയുടെ ശക്തിയാണ്
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ. ഹല്ലേലൂയ, ഹലഹബയ്യറബറഹമ്മ. ശലഹബയ്യറബറഹമ്മ. യേശുവിന്റെ നാമത്തിലെ ശക്തി ലോകം മുഴുവനും അറിയട്ടെ. അവൻ ജീവിക്കുന്ന ദൈവമാണ്. യേശു ജീവിക്കുന്ന കർത്താവ്. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏക ദൈവമേ, സർവശക്തനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു കർത്താവേ. ഞങ്ങളെ സ്നേഹിക്കുന്നു, ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിക്കുന്നു കർത്താവേ. ജീവൻ നൽകി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശലഹബറഹമ്മ, ശലഹബറഹമ്മ, ഹലഹബറഹമ്മ, ശലഹബറഹമ്മ. യേശുവേ, 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 നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് കണ്ണുകൾ തുറന്ന് സ്നേഹപൂർവ്വം ദിവ്യകാരുടെ നാഥനെ ഒന്ന് നോക്കാമോ? നമുക്ക് കാണാൻ വേണ്ടി, നമുക്ക് സ്പർശിക്കുവാൻ വേണ്ടി ഇതാ അപ്പമായി സ്നേഹസ്വരൂപനായി നമ്മുടെ മുമ്പിൽ ഈശോ സന്നിഹിതനായിരിക്കുന്നുവെങ്കിൽ ആ ഈശോയെ ഒന്ന് നോക്കിക്കേ. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ വേദനയുണ്ടല്ലോ, ആ വേദനകളൊക്കെ ഒന്ന് കാഴ്ചവെച്ചേ. എന്തിനു വേണ്ടി? സുവിശേഷവൽക്കരണത്തിന് വേണ്ടി. നിങ്ങൾ പാഴാക്കി കളയരുത്. ബഹുമാനപ്പെട്ട മാത്യു നാഗമ്പറമ്പിലച്ചൻ പഠിപ്പിച്ച മനോഹരമൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ഇന്നുവരെയുള്ള സഹനവും മരണം വരെയുള്ള സഹനവും, ഇന്നുവരെയുള്ള അധ്വാനവും മരണം വരെയുള്ള അധ്വാനവും, പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, മാനസാന്തരവും സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ പ്രാർത്ഥന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുകയും നമ്മൾ ചില പരിത്യാഗങ്ങൾ എടുക്കണം സഹോദരങ്ങളെ. ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർ ഉപവാസം പ്രഖ്യാപിക്കട്ടെ. മുട്ടുമേൽ നിൽക്കുവാൻ സാധിക്കുന്നവര് മുട്ടുമേൽ നിൽക്കട്ടെ. നമ്മുടെ ആരോഗ്യത്തിന് അനുവദിക്കുന്ന വിധത്തിൽ നമുക്ക് ചില പരിത്യാഗങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മളിപ്പോൾ തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഈ തീരുമാനം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല സഹോദരങ്ങളെ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി, മത നേതാക്കന്മാർക്ക് വേണ്ടി, മതപ്രവർത്തകർക്ക് വേണ്ടി, മത തീവ്രവാദികൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓർക്കണമേ, സഹനം പാഴാക്കി കളയരുത്. സഹനം ക്രിസ്തീയ വിശ്വാസ പ്രകാരം സഹനം അമൂല്യമാണ്. ആ അമൂല്യമായ സഹനത്തെ നമുക്ക് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവിടുത്തെ ആസ്വാദം സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ തരിക, എൻ്റെ സർവ്വവും എടുത്തുകൊള്ളുക. ഈശോയേ, ആത്മാക്കളെ തരിക, എൻ്റെ സർവ്വവും എടുത്തുകൊള്ളുക. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. Hallelujah. Hallelujah. ഷെക്കൈന ഭാരത് എന്ന പേരിൽ ആരംഭിക്കുവാൻ പോകുന്ന ഹിന്ദി ചാനലിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു കരം ഉയർത്തി ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. Hallelujah. ഷെക്കൈനയുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നുകൂടി കൈകൾ ഉയർത്തി ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. Hallelujah. ഷെക്കൈന ടെലിവിഷൻ എല്ലാ DTHകളിലും ലഭ്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinahprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ